ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചക്ക വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചക്ക വെച്ചിട്ട് ഒത്തിരി റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചക്ക കൂട്ടാനും അതുപോലെ തന്നെ ചക്കപ്പുഴുക്കും ഒക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ തോരൻ അധികം ആരും അങ്ങനെ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കിന്ന് ചക്ക വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അമ്മ അതേ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ചക്ക വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു സൈസിൽ വേണം ചക്ക എടുക്കാൻ. എന്നിട്ട് ഈ മേലെയുള്ള മുള്ളെല്ലാം എടുത്ത് കളയണം കേട്ടോ. നമുക്ക് ഈ വേസ്റ്റായിട്ട് ഈ മുള്ള് മാത്രമേ ഉള്ളൂ. ബാക്കി ഈ ഫുള്ള് ചക്ക നമ്മൾ യൂസ് ചെയ്യും കേട്ടോ തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. ഇതിനുള്ളിൽ കുരുവൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ അതൊന്നും കളയുന്നില്ല. അത്ര കട്ടിയില്ലാത്തതാണ്. അപ്പം നമുക്കതെല്ലാം തോരന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇപ്പം നമ്മുടെ ചക്ക മുള്ളെല്ലാം പോയി വൃത്തിയായിട്ടുണ്ട്. ഇനി നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം നമുക്കിതിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി മുറിച്ച് വെള്ളത്തിലോട്ടാണ് കേട്ടോ ഇടുന്നത്. അത് അരക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെയും പിന്നെയും ചെറിയ പീസായിട്ട് മുറിക്കും. ഇതേ കണ്ടില്ലേ, ഈ ഒരു സൈസിലാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. ഇതിങ്ങനെ മുറിച്ചെടുത്തിട്ട് ആ വെള്ളം മാറ്റിയിട്ട് നമ്മളത് കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ വേണം കട്ട് ചെയ്ത് ഇടാൻ. കുക്കറിൽ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ വെച്ചിട്ട് വേണം നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഒരു 3 വിസിൽ തന്നെ മതിയാവും കേട്ടോ. 3 വിസിലാവുമ്പോൾ ഇത് നന്നായിട്ട് നല്ല കുക്കായിട്ട് വരും. ഞങ്ങൾ ശരിക്കും 5 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്രേൻ്റെ ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതിലേക്ക് മഞ്ഞൾ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് നമുക്ക് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം. ഇത് ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ 5 വിസിലിൻ്റെ ആവശ്യമില്ല, ഒരു 3 വിസിൽ തന്നെ മതിയാവും. എന്നിട്ട് നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ കുക്കറിൽ വെച്ച സമയത്ത് ഉപ്പൊന്നും ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. മഞ്ഞൾപ്പൊടിയും വെള്ളവും മാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ചക്ക വേറെ ആയിട്ടും അതിൻ്റെ വെള്ളം വേറെ ആയിട്ടും വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. എന്നിട്ട് ഞങ്ങൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ കുറച്ച് കുക്കായി പോയതുകൊണ്ട് അങ്ങനെ ശരിയായില്ല. അതുകൊണ്ട് പിന്നെ കട്ട് ചെയ്ത് തന്നെ എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചതും 2 പച്ചമുളകും ഇട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത ശേഷം ആ ജാറിലേക്ക് തന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി കുറച്ചൊന്ന് ക്രഷായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ ഉള്ളി ചേർത്ത് ജസ്റ്റ് നമ്മളത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തത്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ആ തേങ്ങയിലേക്ക്. പിന്നെ ജീരകമാണ് കേട്ടോ ഇട്ടത്. 1 സ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ചക്ക വേവിക്കാൻ, പിന്നെ കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ഞങ്ങൾ കട്ട് ചെയ്താണ് കേട്ടോ പിന്നീട് എടുത്തത്. കാരണം മിക്സിയുടെ ജാറിൽ വെച്ച് നമ്മൾ അടിച്ചെടുക്കാൻ നോക്കിയിട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല, ഓവർ കുക്കായി പോയതുകൊണ്ട് പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മളൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്ന ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു 2 ഉള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു വറ്റൽമുളക് 3 കീറിയതും പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ ഇട്ടേക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു അരപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ആ മാറ്റി വെച്ച വെള്ളമില്ലേ, ആ വെള്ളം ജസ്റ്റ് നമ്മുടെ ആ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ആ തേങ്ങയെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് എടുത്ത് ആ അരപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചക്കയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു അരപ്പും ചക്കയും തമ്മിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് പ്രത്യേകിച്ച് കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ഇതെല്ലാം കുക്ക്ഡാണ്. അപ്പം നമുക്കൊരു 2-3 മിനിറ്റ് ആ ഒരു വെള്ളമൊക്കെ മാറി നല്ല ഡ്രൈ ആയിട്ട് വന്നാൽ മാത്രം മതി. ഇപ്പം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്.
ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഏത് ഏജിലുള്ളവർക്കും കഴിക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. പിന്നെ ഇപ്പോൾ സ്കൂളിലൊക്കെ കൊടുത്തു വിടാനൊക്കെ ആണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.